സ്ട്രോബെറിയുടെ ഒക്കെ സമയം? സ്ട്രോബെറി ഉണ്ടല്ലോ, അത് ഒരു സിലർ മാത്രം ഇട്ടിട്ടുണ്ട്. ഉള്ളോ? പിന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ ജൂൺ മാസങ്ങളിലെ പിന്നെ വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലേ, ബീൻസ് ഐറ്റം. നമ്മളിപ്പോൾ ഉള്ളത് വട്ടവടയിലാണ്. സ്ട്രോബെറി തോട്ടം കാണാൻ വേണ്ടിയാണ് നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ കാണാൻ വന്നിരിക്കുന്ന സ്ട്രോബെറി തോട്ടം നമ്മളുടെ നേരത്തെ വീഡിയോയിൽ പരിചയപ്പെട്ട രവികുമാർ ചേട്ടൻ്റെയാണ്. നമ്മളിവിടെ വരുമ്പോൾ രവികുമാർ ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ആളെ ഫോണിൽ വിളിച്ച് വരുത്തുകയായിരുന്നു. ഈ വീഡിയോയുടെ തുടക്കം നിങ്ങൾ കണ്ട വേലു ചേട്ടനാണ് രവികുമാർ ചേട്ടനെ നമുക്ക് ഫോണിൽ വിളിച്ചു തന്നത്. അതിന് വേലു ചേട്ടനോട് പ്രത്യേകം നന്ദി പറയട്ടെ. അതുപോലെ തന്നെ എൻ്റെ ഫോണിൽ രവികുമാർ ചേട്ടൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ ഫോണിന് ഒട്ടും റേഞ്ചില്ല. വട്ടവടയിൽ വരുന്നവർ ജിയോയുടെയോ BSNLൻ്റെയോ നമ്പർ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. കാരണം ഈ 2 ഫോണിനും മാത്രമേ ഇവിടെ റേഞ്ച് ഉണ്ടാവുകയുള്ളൂ. ഏകദേശം 5 മാസങ്ങൾക്ക് മുൻപ് ഞാൻ രവികുമാർ ചേട്ടൻ്റെ തോട്ടത്തിൽ സ്ട്രോബെറി കാണാൻ വന്നപ്പോൾ രവികുമാർ ചേട്ടൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇപ്പോൾ സ്ട്രോബെറിയുടെ സമയമല്ല, ഏകദേശം ഒരു നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ സ്ട്രോബെറി കാണുകയും ഇഷ്ടംപോലെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോകാം എന്നാണ് രവികുമാർ ചേട്ടൻ എന്നോട് പറഞ്ഞത്. അതനുസരിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. ഇതാണ് നമ്മുടെ രവികുമാർ ചേട്ടൻ. ചേട്ടനെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അന്യായ സ്നേഹമാണ് ഈ ചേട്ടന് നമ്മളോട്. നമുക്ക് ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള സ്ട്രോബെറി പറിച്ചുകൊണ്ടിരിക്കുകയാണ് രവികുമാർ ചേട്ടൻ. 2024 ഫെബ്രുവരി 3-ാം തീയതിയാണ് ഞാൻ വട്ടവടയിൽ വന്നത്. ഞാനിവിടെ വരുമ്പോൾ സ്ട്രോബെറിയും ബ്ലാക്ക്ബെറിയും ഗ്രീൻ പീസും ക്യാരറ്റുമായിരുന്നു ഈ സമയത്തെ ഇവിടുത്തെ കൃഷികൾ. ഈ നിൽക്കുന്നത് മുഴുവൻ ക്യാരറ്റാണ്. ഇതാണ് നമ്മുടെ സ്ട്രോബെറി ചെടികൾ. എല്ലാ ദിവസവും രാവിലെ വിളവെടുക്കുന്നത് കൊണ്ടാണ് ഇതിൽ ഒരുപാട് പഴങ്ങൾ കാണാൻ സാധിക്കാത്തത്. ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വേറെയും ഗസ്റ്റുകൾ തോട്ടത്തിലേക്ക് വന്നു. അപ്പോൾ പിന്നെ ഞങ്ങളോട് ആവശ്യത്തിനുള്ള പഴങ്ങൾ നിങ്ങൾ തന്നെ പറിച്ചെടുത്തോളാൻ പറഞ്ഞ ശേഷം രവികുമാർ ചേട്ടൻ ഗസ്റ്റിൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ ഞാൻ തന്നെയായിരുന്നു വിളവെടുപ്പ്. തമിഴ്നാടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിൻ്റെ പ്രധാന ആകർഷണം പച്ചക്കറിത്തോട്ടങ്ങളാണെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി തോട്ടത്തിലെ കാഴ്ചകളാണ് ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബ്ലാക്ക്ബെറി തോട്ടത്തിലെ കാഴ്ചകളാണ്. ഈ തോട്ടത്തിൽ സ്ട്രോബെറിയുടെ എല്ലാ ഐറ്റങ്ങളും ലഭിക്കും. സ്ട്രോബെറി ജാമും സ്ട്രോബെറി വൈനും പച്ചക്കറി വിത്തുകളും എല്ലാം തന്നെ ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. സ്ട്രോബെറി ജാം ഒരു ബോട്ടിലിന് 100 രൂപയും സ്ട്രോബെറി വൈൻ ഒരു ബോട്ടിലിന് 300 രൂപയുമാണ് ഇവിടെ വില. അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു പാക്കറ്റ് പച്ചക്കറി വിത്തിൻ്റെ വില 10 രൂപയാണ്. ഇത് മുൻപ് ഞാൻ പറിച്ചു വച്ച സ്ട്രോബെറി പഴങ്ങളാണ്. നമുക്കിനി ബ്ലാക്ക്ബെറി തോട്ടം കാണാൻ വേണ്ടി പോകാം. അതിനു മുൻപ് ബ്ലാക്ക്ബെറിയുടെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നമ്മുടെ രവികുമാർ ചേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ബ്ലാക്ക്ബെറി കൃഷിയാ. നമുക്ക് തൈ വെച്ച് 10 മാസം വേണം കായ്ക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ വരുമ്പോൾ പൂവായിട്ട് പച്ചയായിട്ട് വരും, പിന്നെ ഇങ്ങനെ റെഡായിട്ട് വരും, പിന്നെ ബ്ലാക്ക് ആകുന്നല്ലേ. ബ്ലാക്ക് ആയത് ഇതിലില്ല, വേണമെങ്കിൽ കാണിച്ചു തരാം. ഈ ബ്ലാക്ക്ബെറിയുടെ ആയുസ് എത്ര വർഷം വരെ ഏട്ടാ? ഇത് നമുക്ക് ഒരു 5-6 കൊല്ലം വരെ നിൽക്കും. ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ 5-6 കൊല്ലം വരെ നിൽക്കും. നമുക്ക് സ്ട്രോബെറി എന്ന് പറയുമ്പോൾ 1 വർഷം കൊണ്ട് റീപ്ലാന്റ് ചെയ്യണം. നമുക്ക് ഇത് സ്ട്രോബെറി കാട്ടിൽ നമുക്ക് 5 ഇരട്ടി കൂടുതൽ സാധനമാണ് ഈ ഫ്രൂട്ട്. ബ്ലാക്ക്ബെറി ഇത് എന്നതിനൊക്കെ ഉപയോഗിക്കുന്നത്? ഇത് നമുക്ക് അൾസറ് ഭയങ്കര ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് യൂട്യൂബിലൊക്കെ അടിച്ചാൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലേ? ചേട്ടൻ ഈ ഫാം തുടങ്ങിയിട്ട് എത്ര നാളായി? നമുക്കൊരു 3-4 വർഷമായി. ഈ ബ്ലാക്ക്ബെറി തുടങ്ങിയിട്ട് 1 വർഷമായിട്ട്. ബ്ലാക്ക്ബെറി എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ പച്ചയായിട്ട് വരും, ഇതുപോലെ. പിന്നെ നമുക്കിത് ഓറഞ്ചായിട്ട് വരും, പിന്നെ റെഡായിട്ട് വരും, പിന്നെയാണ് ബ്ലാക്ക് ആകുന്നത്. ഇതാണ് എടുത്ത് കളിക്കുന്ന രീതി, കൊടുക്കുന്ന രീതി. നമുക്കിത് 4 സ്റ്റേജായിട്ട് വരും. 4 സ്റ്റെപ്പായിട്ട് വരും. ഇത് നമുക്ക് കിലോയ്ക്ക് 1200 രൂപ വില. 1200 വില. അപ്പം നമ്മൾ മറ്റേ ഇത് എത്ര നാൾ കൊണ്ടാകുന്നത്? ഇത് തൈ വെച്ച് 10 മാസം പിടിക്കും. 10 മാസം പിടിക്കും. പിന്നെ 5 വർഷം കണ്ടിന്യൂ ആയിട്ട് കിട്ടുകയും ചെയ്യും. കിലോയ്ക്ക് 1200 രൂപ ഇവിടെ. 1200 വില. അപ്പോൾ ഇതൊക്കെയാണ് ബ്ലാക്ക്ബെറിയെക്കുറിച്ച് എനിക്കിവിടെ നിന്നും കിട്ടിയ അറിവുകൾ. ബാക്കി അറിവുകളൊക്കെ നമുക്ക് വേണേൽ ഗൂഗിളിലും വിക്കിപീഡിയയിലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ ഒരുപാടായിട്ട് കിട്ടും. പക്ഷേ അതിനൊന്നും ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണ്
ഞാൻ ഇതിൻ്റെ വിവരങ്ങൾ ചേട്ടനെ കൊണ്ട് തന്നെ നിങ്ങളോട് പറയിച്ചത്. എന്തായാലും നിങ്ങൾക്ക് ബ്ലാക്ക്ബെറി തോട്ടം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും വീണ്ടും ഒരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക.